മലയാള സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരുന്ന സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. സിനിമ ഇന്നലെ റിലീസായിട്ടുണ്ട്. സിനിമയുടെ റിവ്യൂ ഇതിനോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്നത് സിനിമയുടെ റിവ്യൂ അല്ല, നേരെ മറിച്ച് മഞ്ജു വാര്യരുടെ പ്രിയദർശിനി രാംദാസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ വരുമ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മോഹൻലാലിന്റെ ഖുറേഷി എബ്രഹാമാണ്. പക്ഷേ എന്തുകൊണ്ട് മഞ്ജു വാര്യരുടെ പ്രിയദർശിനി രാംദാസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ പറ്റി ഞാനിവിടെ പറയുന്നു എന്നുള്ളത് ആ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയ ഇമ്പാക്ട് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഖുറേഷി എബ്രഹാമിന്റെ ലോകം തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ആ ഖുറേഷി എബ്രഹാമിന്റെ ലോകം എന്ന് പറഞ്ഞാലും ഇതില് ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയിരിക്കുന്നത് പ്രിയദർശിനി രാംദാസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിനാണ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ഒരു മാസും ക്ലാസ്സുമായിട്ടുള്ള കഥാപാത്രമാണ്. അതായത് ഓരോ സിറ്റുവേഷനും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടതാണ്. ക്ലാസ് ഉള്ള രംഗങ്ങളിൽ ക്ലാസ് ആയിട്ടും മാസ് ഉള്ള രംഗങ്ങളിൽ മാസായിട്ടും അതിന്റെ വേറൊരു മിറർ ഇമേജ് തന്നെയാണ് പ്രിയദർശിനി രാംദാസിന്റെ ഇവിടുത്തെ കഥാപാത്രം, അതായത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിലെ കഥാപാത്രം എന്ന് പറഞ്ഞത്. മഞ്ജു വാര്യരെ 2.2 എടുക്കുകയാണെങ്കിൽ, അതായത് തിരിച്ചുവരവ് എടുക്കുകയാണെങ്കിൽ കൈയടി കിട്ടിയ, അതായത് നല്ലപോലെ കൈയടി കിട്ടിയ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ വിരളമാണ്. അതായത് വിരലുണ്ടാവുന്ന കഥാപാത്രങ്ങളേ ഉള്ളൂ. അതിൽ ടോപ്പ് 2-3 കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലൊന്നാണ് പ്രിയദർശിനി രാംദാസ് എന്നുള്ളത്. അത് നമുക്ക് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ഇമോഷൻ സീൻസ് ആണെങ്കിലും കൃത്യമായ ഇമോഷൻസേ ഉള്ളൂ. അതായത് ഇമോഷൻ, ഒരു സങ്കടം വരുന്ന ഒരു സന്ദർഭത്തിലാണ് തന്നെ അലറി വിളിച്ച് കരയേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഇമോഷൻസ് കണ്ണുകളിൽ കാണിച്ച അവിടെയാണ് അഭിനയം എന്നുള്ളത് ഏറ്റവും ഹൈലൈറ്റ് നിൽക്കുന്നത്. അപ്പൊ അത് ഇവിടെ മഞ്ജു വാര്യർ കൃത്യമായി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന ഒരു രീതിയാണ് മോഹൻലാലിന്റെ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പ്രിയദർശിനി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനും ആ ഒരു ഇമ്പാക്ട് ഉണ്ട്. അതായത് കണ്ണുകളിൽ ഇമോഷനുകളെല്ലാം കണ്ണുകളിൽ നിറയുന്നുണ്ട്, അല്ലെങ്കിൽ മുഖത്ത് ആ കൃത്യമായ ഇമോഷൻസ് നിറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ മാസ് രംഗങ്ങൾ കാണിക്കുന്ന അതേ ഇമ്പാക്റ്റും ആ കണ്ണുകൾ കൂടി കിട്ടുന്നുണ്ട്. നമുക്കറിയാം ഒരു ആക്ട്രസ് ഒരു മാസ് രംഗങ്ങൾ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രത്യേകം കൈയടി നേടേണ്ട, അത് ആ ഒരു കണ്ണുകൾ കൂടി കാണിക്കുമ്പോൾ എന്ന് പറയുന്നത് പ്രത്യേകം ഒരു കൈയടി നേടേണ്ടത് തന്നെയാണ്. വിത്തൗട്ട് ഒരു BGMന്റെ ഇമ്പാക്ട് ഇല്ലാതെ അഭിനയം കൊണ്ട് പ്രിയദർശിനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരുപാട് കൈയടി നേടുന്നുണ്ട്. ഇമോഷണലി പോകുന്ന ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി രാംദാസ്. അവിടെ വിഷമമുണ്ട്, പകയുണ്ട്, അതുപോലെ ദേഷ്യമെല്ലാം ഉണ്ട്. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെയാണ് പോകുന്നത്, അതിന്റെ തന്നെ ഒരു മിറർ ഇമേജ് ആയിട്ട് തന്നെയാണ് പ്രിയദർശിനി രാംദാസ് എന്ന് പറഞ്ഞ കഥാപാത്രം എമ്പുരാനിൽ പോകുന്നത്. പല രംഗങ്ങൾ എടുത്തു പറയാനുള്ളതുണ്ട്, പക്ഷെ അതൊരു സ്പോയിലറാണ്. കാരണം ഇനിയും ഒരുപാട് ആൾക്കാർ ഈ ഒരു സിനിമ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടു തന്നെ അവരറിയാം. എങ്കിലും ഇത്രേ പറയാനുള്ളൂ. അതായത് കറക്റ്റ് വിഷമം വരുന്ന സന്ദർഭങ്ങളിലെല്ലാം കൃത്യമായി മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ അഭിനേതാവിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മാസ് രംഗങ്ങളിലെല്ലാം കണ്ണെഴുതി പൊട്ടുമുട്ട് അല്ലെങ്കിൽ കന്മതം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു അത്യാവശ്യം മാസീവായിട്ടുള്ള മഞ്ജു വാര്യർ നമ്മൾ കാണുന്നുണ്ട്. അതേ ഇമ്പാക്ട് തന്നെ ഇവിടെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ പ്രിയദർശിനി രാംദാസ് എന്ന് പറഞ്ഞ കഥാപാത്രം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകേണ്ടത് പ്രിയദർശിനി രാംദാസ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. സ്വാഭാവികമായിട്ടും ഇനി L3 വരുമ്പോൾ ഒരു പക്ഷേ പ്രിയദർശിനി രാംദാസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് കുറച്ചുകൂടെ ഹൈപ്പ് കൂടി, ഓവർ ഡോസേജ് കൂടിയ ഒരു ഇമ്പാക്ട് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഖുറേഷി എബ്രഹാമിനേക്കാളും ഏറ്റവും കൂടുതൽ കൈയടി നേടിയിരിക്കുന്ന പ്രിയദർശിനി രാംദാസ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതാണ്. എന്താണ് ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മഞ്ജു വാര്യരുടെ പ്രിയദർശിനി രാംദാസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ പറ്റി തോന്നിയെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.